ഹായ് ഗുഡ് മോർണിംഗ്. ക്യാംടെക് അക്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസ്റ്റമറൊക്കെ എൻറ്ററാണ്. ഈ വെള്ളത്തിൻ്റെ നമുക്ക് TDS ഒന്ന് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 277 വെള്ളത്തിൻ്റെ TDS. ഇതാണ് അതിൻ്റെ ഫുട് വാൾവ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഈ ഹെവി ആയതുകൊണ്ട് നമ്മളെ ഈ ക്ലാമ്പെല്ലാം തുരുമ്പിച്ച് പോയിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്. ക്യാംടെക് അക്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഞങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതായ ഒരു കാറ്റലോഗ്സ് ലൈറ്റ് എന്ന മീഡിയയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വരും നമുക്ക് എങ്ങനെയാണ് ഈ മീഡിയ. ഇതാണ് കാറ്റലോഗ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ. ഈ മീഡിയ ആണ് നമ്മൾ അയൺ റിമൂവിനായിട്ട് ഉപയോഗിക്കാറ്. ഇത് മോളിൽ നിന്ന് എടുക്കുക. എൻ്റെ പേരാണ് കാറ്റലോഗ്സ് ലൈറ്റ്. KL എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷോർട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മീഡിയയാണ്. ഞങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന വേറെ കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഫിൽട്രേഷൻ സെഗ്മെൻ്റ് അവർ എഴുതിയിരിക്കുന്നത് 3 മൈക്രോണിന് വരെയുള്ള ഫിൽട്രേഷൻ, സസ്പെൻഡ് സോളിഡ്സ്, സെഡിമെൻറ്റ്സ്, ടർബിഡിറ്റി, ഓർഡർ. അപ്പോൾ ഒരുവിധമുള്ള സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു കോമൺ പ്രോബ്ലംസ് ആയതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ പോവും. പ്ലസ് റിമൂവൽ ഓഫ് അയൺ, മാഗ്നീസ്, ഹൈഡ്രജൻ സൾഫേറ്റ്, ആർസനിക്, റേഡിയം, ഹെവി മെറ്റൽസ്, റേഡിയോ ന്യൂക്ലിയസ്. ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു 3-4 ഐറ്റം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അതിൻ്റെ മുകളിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് വരെയുള്ള സംഗതികൾ നമ്മളുടെ ഈ വെള്ളത്തിൽ കാണാറുണ്ട്. ആർസനിക്കൊക്കെ വളരെ കുറവായിട്ടാണ് ഇവിടെയൊക്കെ കണ്ട് എത്തിയിട്ടുള്ള വെള്ളത്തിലേക്ക്. ഒരു ക്യൂബിക് ഫീറ്റാണ് ഇതിൻ്റെ അളവ്. 28 ലിറ്റേഴ്സ് ഉണ്ട്. 30 kg ബാഗാണ്. ഈ കാറ്റലോഗ്സ് ലൈറ്റാണ് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പിൽ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടാപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കാറ്റലോഗ്സ് ലൈറ്റ് കാണാം. ഇതാണ് അതിൻ്റെ ഒരു ശരി. ഇതിപ്പോൾ നമ്മൾ വെള്ളം നിറച്ച കാരണം വെള്ളം നനച്ച് വാഷ് ചെയ്തിട്ട് ഇതിലിട്ട് വെച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ഫിൽട്രേഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതല്ലെങ്കിൽ ഇത് വളരെ ഇതുപോലെ തരിയായിട്ട് ഇങ്ങനെ കാണും. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്. നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ ഫിൽറ്ററിലേക്ക് ഇടാമെന്നൊക്കെ നേരത്തെ കാണാവുന്ന ഇതുപോലെ ഇരിക്കും. നമ്മൾ വെള്ളം നനച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഇരിക്കും. ഇതാണ് നമ്മളെ കിണറ്റിലത്തെ വെള്ളത്തിൻ്റെ കളറ്. ഇനി നമുക്കിത് നമ്മൾ കാറ്റലോഗ്സ് ലൈറ്റ് ഫില്ല് ചെയ്ത ആ പൈപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുമ്പോൾ എന്താണ് ഇതിന് സംഭവിക്കുന്നത് നോക്കി നോക്കാം. നമ്മൾ കാറ്റലോഗ്സ് നിറച്ചിട്ടുള്ള പാത്രം, ഇതിൻ്റെ അടിയിൽ ഒരു ടാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാപ്പ് ഓൺ ചെയ്യാൻ അതിനകത്ത് വെള്ളം കംപ്ലീറ്റ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഈ കാറ്റലോഗ്സ് മീഡിയ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ടാപ്പ് അടച്ച് നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേറെ ഗ്ലാസ്സിൽ ടാപ്പ് തുറന്നു വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, അതിൻ്റെ അയൺസ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുള്ള വെള്ളം കിട്ടും. ഇതിൽ കുറച്ച് നല്ലൊരു ബബിൾസ് ഉണ്ട്, എയർ ബബിൾസ് സെറ്റിൽ ആവുന്നതോട് കൂടിയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമുക്കൊരു വെള്ളം കിട്ടും. ഇത് നമ്മൾ ആൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഈ കാറ്റലോഗ്സ് ലൈറ്റ് എടുത്ത് കിണറ്റിൽ ഇട്ടൂടെ എന്നുള്ളത്.
ഈ ചായ ഇരിക്കുമ്പോൾ ആ ചായ അരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതിയില്ലേ എന്നുള്ള ഒരു ചോദ്യം പോലെയാണ്. കാരണം ഇത് നമ്മളുടെ അയണിനെ ഫിൽട്ടർ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വെസലിൽ ഇത് ഫില്ല് ചെയ്ത് വെക്കുന്നു. ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് അത് ചെളിയായിട്ട് പുറത്തേക്ക് പോകും. നല്ല വെള്ളം നമ്മളുടെ ലൈനിലേക്ക് വരാനും ഇത് ഈ മീഡിയ സഹായിക്കുന്നു. ഇതൊരു ഇപ്പം കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് ഒരു എന്താ പറയുക വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ മീഡിയ ആണ് കാറ്റലോഗ്സ് ലൈറ്റ്. വാട്ടർ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കാറ്റലോഗ്സ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ ഏകദേശം ഇനി 1/2 മീറ്റർ പാസ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള സെഡിമിനേഷനും 3 മൈക്രോൺ സെഡിമിനേഷൻ ക്ലിയർ ചെയ്തു. പ്ലസ് ഇതിൻ്റെ ഉള്ളിലുള്ള അയണിൻ്റെ മോളിക്യൂൾസിനെയും ഈ വെള്ളം ക്ലിയർ ചെയ്തെടുത്തു. ഇതാണ് അതിൻ്റെ ഫുട്ട് വാൾവ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഈ ഹെവി അയൺ കൊണ്ട് നമ്മളെ ഈ ക്ലാമ്പെല്ലാം തുരുമ്പിച്ച് പോയിട്ടുണ്ട്. ഇത്തരം സമയത്ത് നമ്മൾ പ്ലംബേഴ്സിനോട് പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ അയണുള്ള വെള്ളത്തിൽ ഒരിക്കലും MS ക്ലാമ്പ് ഉപയോഗിക്കാൻ പാടില്ല. SS ക്ലാമ്പാണ്. PVC ആയതുകൊണ്ട് പിന്നെ അവിടെ പ്രോബ്ലംസ് ഒന്നും പറ്റില്ല. അതിൻ്റെ അയണിൻ്റെ ഡെൻസിറ്റി കാണാം. ഇപ്പോൾ ഇത് തുടച്ച് കഴിഞ്ഞാൽ കാണാം ഇത്രയും അഴുക്ക്. ഇതിപ്പോൾ 2 മാസമായിട്ടുണ്ടാവുള്ളൂ, 2-3 മാസമായിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഈ മോട്ടർ ഇട്ടിട്ട്. അപ്പോഴേക്കും ഈ ഷേപ്പ് ആയി കഴിഞ്ഞ് പിന്നെ അതൊരു 1-2 വർഷം എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഭീകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട കിണറ്റിലത്തെ ഫിൽട്രേഷനാണ് ഇത്. 1354 എന്ന് പറഞ്ഞ വെസൽ സൈസാണ്. കാറ്റലോഗ്സ് മീഡിയ അടക്കം നമ്മളൊരു 5 ലെയർ മീഡിയ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ബാക്ക് വാഷ് ചെയ്യുന്ന അതൊന്ന് നോക്കി നോക്കാം നമുക്ക്. ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസം മുന്നേ ബാക്ക് വാഷ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം അഴുക്കുണ്ടാവാൻ ചാൻസസ് ഇല്ല. എന്നാലും നോക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് സാമ്പിൾ എടുത്താൽ അപ്പോൾ വീണ്ടും നമ്മളത് റിൻസിലേക്ക് ഇട്ടിട്ടുണ്ട്. അഴുക്ക് വെള്ളം ഒന്ന് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഫിൽറ്ററിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് മാറ്റി. ഇത് ഈ വാൾവിൻ്റെ ഓപ്പറേഷൻ ഭയങ്കര ഈസിയാണ്. മറ്റേ ഇനീഷ്യേറ്റീവ് വാൾവിനേക്കാൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ വാൾവ് തിരിച്ചെടുക്കാൻ പറ്റും. ഗ്രാവിറ്റി പ്രഷറിൽ ഓപ്പറേഷനിൽ തന്നെ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ലൈനിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം. ഇതിപ്പോൾ ഫിൽറ്ററിൽ വെച്ചിട്ടുള്ളൊരു ടാപ്പാണ്. നമുക്ക് അത്യാവശ്യം ആ പ്രഷർ കാണും. ആ കൂടിയിട്ട് ഒറ്റ ഫ്ലോറ് വീടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ടാങ്ക് ഇരിക്കുന്നത്. ചിമ്മിനിയുടെ മുകളിൽ ടാങ്ക് ഇരിക്കുന്നു. വെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻസി ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ബബിൾസ് താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി കാണാൻ പറ്റും. നമുക്ക് മറ്റേ വെള്ളമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി വെക്കാം. ഇതാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്തെടുത്ത വെള്ളം. കിണറ്റിൽ വെള്ളം നമ്മൾ കണ്ടതാണ്. ഇത് ആ മീഡിയയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, കാറ്റലോഗ്സ് ലൈറ്റിൻ്റെ മീഡിയയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഫഷണലിസം, എങ്ങനെ അത് ചെയ്യണം, പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഈ അവസ്ഥയിലുള്ള വെള്ളം കിട്ടും. ഹായ്, ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ വാട്ടർ പ്യൂരിഫയറിൻ്റെ വീഡിയോ കിട്ടാനായി ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നറിയാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം. താങ്ക് യു വെരി മച്ച്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.